വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മളിന്ന് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ല, ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഡിപ്രിസിയേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിപ്രിസിയേഷൻ എന്നിട്ടുള്ളത് ഓൾറെഡി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. According to R.N. Carter, depreciation is the gradual and permanent decrease in the value of asset from any cause. അതായത് R.N. Carter ഡിപ്രിസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന ഗ്രാജുവലായിട്ടുള്ള പെർമനൻറ്റ് ഡിക്രീസ്, ഏതൊരു കോഴ്സിൽ നിന്ന് ഉണ്ടാവാം, ഗ്രാജുവലായിട്ട് പെർമനൻറ്റായി ഡിക്രീസ് ചെയ്യുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു R.N. Carter, depreciation is the gradual and permanent decrease in the value of asset from any cause. The process of allocation of the relevant cost of a fixed asset over its useful life is known as depreciation. ഒരു ഫിക്സ്ഡ് അസറ്റിൻ്റെ റിലവൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആ കോസ്റ്റ് എന്നുള്ളത് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഒരു അസറ്റിൻ്റെ വാല്യൂ 10,000 റുപ്പീസാണ്, അതിന് 4 ഇയേഴ്സ് യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ഈ 4 ഇയേഴ്സിനുള്ളിൽ അതിന് എന്ത് ചെയ്യാണ്, നമ്മൾ 4 ഇയേഴ്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് റിട്ടേൺ ഓഫ് ചെയ്ത് കളയുകയാണ്. അതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ഫിക്സ്ഡ് അസറ്റ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. എന്താണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്? 2 തരത്തിൽ യൂസ്ഫുൾ ലൈഫിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. യൂസ്ഫുൾ ലൈഫ് ഈസ് ദ പീരീഡ് ഓവർ വിച്ച് എൻ അസറ്റ് ഈസ് എക്സ്പെക്ട് ടു ബി അവൈലബിൾ ഫോർ യൂസ് ബൈ ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിന് ഒരു അസറ്റ് എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയില്ലേ, അതൊന്ന് അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ലൈഫിനെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർ സിമിലർ യൂണിറ്റ് എക്സ്പെക്റ്റഡ് ടു ബി ഒബ്റ്റെയിൻ ഫ്രം ദ അസറ്റ് ബൈ എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസ് ഒരു അസറ്റിൽ നിന്ന് എത്ര നമ്പർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിമിലർ യൂണിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ലൈഫിനെ പറയാം. ദെൻ ഡിപ്രിസിയബിൾ അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് വിച്ച് ആർ മീൻ ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 accounting period. The cost of which can run off over the useful life is known as depreciable asset. അതായത് ബിസിനസ്സിൽ 1 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന അസറ്റ് ആയിരിക്കണം. അതിൻ്റെ അസറ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലോട്ട് റിട്ടേൺ ഓഫ് ചെയ്യാണ്. അത്തരത്തിലുള്ള അസറ്റാണ് നമ്മൾ ഡിപ്രീഷിയബിൾ അസറ്റ് എന്ന് പറയുന്നത്. ബിൽഡിംഗ്, മെഷീനറി, വെഹിക്കിൾ, ഫർണിച്ചർ, കമ്പ്യൂട്ടർ ആൻഡ് എക്യുപ്മെൻറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ്. These assets have limited useful life. ലിമിറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. ദേ ആർ മെയിൻ ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ഫോർ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ദീസ് ആർ നോട്ട് മെയിൻ ഫോർ റീസെയിൽ. അപ്പോൾ ഈ അസറ്റ് എങ്ങനെയായിരിക്കും, ഇതിനൊരു ലിമിറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. അത് വാങ്ങിയിരിക്കുന്നത് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കും, ബിസിനസ്സിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സിനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനോ ആയിരിക്കും. അല്ലാതെ റീസെയിലിന് വേണ്ടി വാങ്ങുന്ന ഗുഡ്സ് ഒന്നും എന്തല്ല, ഡിപ്രീഷിയബിൾ അസറ്റ് അല്ല. സപ്പോസ് ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ ഫർണിച്ചർ ഷോപ്പ്. ഒരു ഫർണിച്ചർ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ആയിട്ടുള്ള ടേബിളും ചെയറും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതെന്താണ്, അത് ഒരു ഡിപ്രീഷിയബിൾ അസറ്റ് അല്ല, അത് നമ്മൾ റീസെയിലിന് കൊണ്ടുവന്ന ഗുഡ്സാണ്. അതേസമയം അതേ ഫർണിച്ചർ ഷോപ്പിൽ നമ്മൾ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ഒരു ടേബിളും ചെയറും വാങ്ങുന്നു. അതെന്താണ്, അത് ഡിപ്രീഷിയബിൾ അസറ്റാണ്. കാരണം അത് വാങ്ങിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ദിസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ അസറ്റ് ആൻഡ് എ ഗുഡ്സ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ്. ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. When an asset is used for generating income for a business, the cost of asset attributable to the use, that is, the reduction in the book value of an asset proportionate to the benefit derived from it, should be charged against the revenue. This is to be done to find out the true cost of production and profit or loss of the business for every accounting period. Actually ഇവിടെ പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റാണ്. അതായത് ഒരു റവന്യൂ റിക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതിനോടുള്ള അസോസിയേറ്റുള്ള എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ലോസ് അറൈസ് ചെയ്യുക എന്നുള്ളത് ഈ മാച്ചിങ് കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു അസറ്റ് നമ്മൾ ബിസിനസ്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് അലോക്കേറ്റ് ചെയ്യണം. ആ കോസ്റ്റ് ഒരു
ആ കോസ്റ്റ് എങ്ങനെയാണ് നമ്മളതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ വരുന്ന ഡിപ്രീസിയേഷൻ അതിൻ്റെ ബുക്ക് വാല്യൂന്ന് റെഡ്യൂസ് ചെയ്ത് കാണിച്ചിട്ടായിരിക്കും. നമ്മൾ ആ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന റവന്യൂ അസോസിയേറ്റഡ് കോസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. ദിസ് ഈസ് ടു ബി ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ് ഫോർ എവറി അക്കൗണ്ടിംഗ് പീരീഡ്. Then second one, to present the true and fair view of the financial position. Well, depreciation is charged on fixed asset. The book value fixed asset are reduced to that extent and remaining value shown in the balance sheet. Written down value is the true value fixed asset which represent the cost not yet written off. The balance sheet must represent a true and fair view of financial status, hence fixed asset must be shown at the written down value. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് എങ്ങനെ കാണിക്കുക, ആ ഒരു എത്ര ഡിപ്രീഷിയബിൾ ആയി പോയോ അതിന് ബാക്കിയുള്ള എമൗണ്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അത് ട്രൂ വാല്യൂ ആണ്. അതായത് കഴിഞ്ഞ ഇയറിൽ ഉണ്ടാകുന്ന ഒരു വാല്യൂ അസറ്റിന് ഈ ഇയറിലില്ല, അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാണ് കാണിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്ന പോലെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയാണ് ഡിപ്രിസിയേറ്റ് ചെയ്ത് അസറ്റിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഫിനാൻഷ്യൽ പൊസിഷനാണ് ആ ഫിക്സഡ് അസറ്റിന് റിട്ടേൺ ഡൗൺ വാല്യൂ കാണിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്യുന്നില്ല അസറ്റിനെ. To facilitate replacement of fixed asset when the depreciation is debited to profit and loss account, an equal amount is either returned in the business or invested outside the business. When the useful life of an asset comes to end, new asset can be purchased by using the resource available in the business. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഈക്വൽ എമൗണ്ട് ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദ ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അങ്ങനെ യൂസ്ഫുൾ ലൈഫിലോട്ട് ഇങ്ങനെ ഡിപ്രിസിയേറ്റ് ചെയ്ത് തരുമ്പോൾ ആ യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസോഴ്സ് വെച്ചിട്ട് പുതിയൊരു അസറ്റ് വാങ്ങിച്ച് ഇപ്പോൾ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. Then to avail tax benefit as per Indian income tax act, while computing tax on business income, depreciation is deductible from income. Hence, depreciation is computed and charged to profit and loss account to reduce tax liability. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബിസിനസ് ഓഫ് ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിഡക്ഷൻ കിട്ടുന്ന ഒരു കോസ്റ്റാണ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. Then to comply with the legal requirements, legally required to compute depreciation on fixed asset. So then what are the causes of depreciation? Depreciation കുറച്ച് causes ഉണ്ടായിരിക്കും അല്ലേ. There are different reasons causing the reduction in the book value of fixed assets. Such causes are as follows. Wear and tear. Wear and tear എന്ന് പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്തിട്ട് ആസറ്റിൻ്റെ തേയ്മാനം സംഭവിക്കുന്നതാണല്ലേ. The normal use of tangible asset result in the physical deterioration which is called wear and tear. When there is wear and tear, the value of asset decreases proportionately. Then effects of time. Certain assets, whether used or not, become potentially less useful with the passage of time. അതായത് ചില അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എന്താണ് പാസേജ് ഓഫ് ടൈമിൽ അത് ലെസ് യൂസ്ഫുൾ ആവും, അതിൻ്റെ വാല്യൂ ഡിക്രീസ് ആവും. അതും എന്താണ് ഡിപ്രിസിയേഷൻ ഒരു കാരണമാണ്. ഒബ്സോളൻസസ്. It's a reduction in the value of asset as a result of the availability of updated. It's a reduction in the value of asset as a result of the availability of updated alternative asset. This happens due to new inventions and innovations. Though the original asset is in usable condition, it is not preferred by the users and it loses its value. For example, preference of the latest computers by the users. Obsolescence എന്ന് പറയുന്ന സമയത്ത് നിലവിൽ ഇന്ത്യൻ്റെ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ബട്ട് അതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനോട് കൂടി പുതിയ പ്രൊഡക്റ്റ് സെയിം കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ഈ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് യൂസബിൾ കണ്ടീഷൻ ആണെങ്കിൽ കൂടിയും ആളുകൾ പുതിയ പ്രൊഡക്റ്റിലോട്ട് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സുള്ള പുതിയ പ്രൊഡക്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, താഴുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് വരുന്നു. അങ്ങനെ മാറുന്ന ഇന്നോവേഷൻസ് അനുസരിച്ചും മാറുന്ന ഫേഷൻസിനും അനുസരിച്ചും എന്ത് ചെയ്യുന്നു, ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനാണ് നമ്മൾ ഒബ്സോളൻസസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മൾ പുതിയ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സുകളാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കുറേ പ്രൊഡക്റ്റ് മാർക്കറ്റിലുള്ള യൂസബിൾ കണ്ടീഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സുള്ള പ്രൊഡക്റ്റല്ലേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അതാണ് ഒബ്സോളൻസസ് എന്ന് പറയുന്നത്.
Then inadequacy for the purpose. Sometimes the use of asset may be stopped due to the inadequacy for the purpose. This may be become inadequate due to expansion in the capacity of ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു അസറ്റ് അതിൻ്റെ പർപ്പസ് ഇനാഡ്യൂക്കേറ്റ് ആവുകയാണ്. അല്ലെങ്കിൽ ഫേമിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തരത്തിലോട്ട് ഉള്ള കേപ്പബിലിറ്റി ഇല്ലാതാവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അസറ്റ് പ്രൊപ്പോർഷണൽ ഡിക്രീസ് ചെയ്ത് പോകുന്നു. അതാണ് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് മെയിൻ്റനൻസ്. എ ഗുഡ് മെയിൻ്റനൻസ് നാച്ചുറലി ഇൻക്രീസ് ദ ലൈഫ് ഓഫ് അസറ്റ്, ബട്ട് ദർ ഇസ് നോ പ്രോപ്പർ മെയിൻ്റനൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മോർ ഡിപ്രീസിയേഷൻ. Then abnormal factors. Decline in the business of a fixed asset may be caused by abnormal factors like damage due to fire accident, natural calamities. This may even lead to the state of an asset being discarded. Then factors determine the amount of depreciation. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടേഴ്സ് പറയുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ആക്ച്വൽ കോസ്റ്റ് മീൻ ദ amount incurred in acquiring or constructing the asset. അസറ്റ് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എൻക്വയർ ആയ കോസ്റ്റാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. ഇറ്റ് ഇസ് ദ അക്വിസിഷൻ or construction cost or historical cost. It includes all the expense incurred on the asset to bring the asset to present condition and location. That is all incidental expense incurring till it's put to use. That means the purchase price of the asset, freight, loading charge, unloading charge, erection cost, setting up cost, expense of trial run are included in the cost of asset. If the asset is a second hand one, the initial repair to make the asset reusable also be taken as part of actual cost of the asset. അതായത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആസറ്റ് ഇപ്പോൾ യൂസബിൾ കണ്ടീഷനിലാക്കാൻ, ഈ പ്രസൻറ്റ് യൂസബിൾ കണ്ടീഷനിലാക്കാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസും ആക്ച്വൽ കോസ്റ്റ് ഓഫ് എക്സ്പെൻസിലാണ് വരിക. അതായത് മിയർലി പർച്ചേസ് പ്രൈസ് മാത്രമല്ല. ഇപ്പം നമ്മൾ ഒരു മെഷീനറി ഒരു 1 lakh രൂപന് പർച്ചേസ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ഫ്രൈറ്റ് ഒരു 10,000 വന്നു വിചാരിച്ചോ, ലോഡിങ് ഒരു 5,000 വന്നു വിചാരിച്ചോ, ഇതെല്ലാം ആഡ് ചെയ്ത് 1,15,000 ആണ് നമ്മൾ ആ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഡിങ് ചാർജ്, അൺലോഡിങ് ചാർജ്, എറക്ട് ചെയ്ത കോസ്റ്റ്, സെറ്റിംഗ് അപ്പ് കോസ്റ്റ്, ട്രയൽ റൺ കോസ്റ്റ്, ഇതെല്ലാം എന്താണ് ആ ഒരു അസറ്റ് യൂസബിൾ ആയിട്ടുള്ള പ്രസൻറ്റ് കണ്ടീഷനോട്ട് മാറ്റാൻ വേണ്ടി വരുന്ന എല്ലാ കോസ്റ്റിനായിട്ടും കൂടിയാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ ആസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആസറ്റ് സെക്കൻഡ് ഹാൻഡ് വൺ ആണെങ്കിലോ അത് ഇനീഷ്യൽ റിപ്പയറിൻ്റെ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോസ്റ്റിൻ്റെ ആ ഒരു അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് പറയുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. ദെൻ എസ്റ്റിമേറ്റ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. The period for an asset can be used in enterprises known as estimate the useful life of an asset. It can be calculated in terms of period for which the asset is expected to be used by an enterprise or an entity or unit of output to be obtained by the use of the asset, etc. In case of intellectual property like patent, copyright, their legal life is taken as their estimated useful life. Patent അതിൽ കോപ്പിറൈറ്റ് പോലെ ലീഗൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ലീഗൽ ലൈഫ് ഉണ്ടായിരിക്കില്ല, 20 years 10 years എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മൾ എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫായിട്ട് എടുക്കുക. The Indian Companies Act 2013 has prescribed a useful life to fixed asset for the purpose of computation and depreciation. For example, the useful life prescribed in Part C of the Section 123 for general plant and machinery and general furniture and fitting of 15 years and 10 years respectively. Okay. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ എന്നൊക്കെ പറയും. എന്താണത്? ദ എമൗണ്ട് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ് ഇസ് നോൺ ആസ് ദി scrap value of the asset. It is also known as residual value. In determining scrap value, the cost to be incurred for removal and sale of asset should be deducted from the estimated gross realizable value. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നു. ഈ അസറ്റിന് ഒരു 4 വർഷം എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റെസിഡുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അസറ്റിൻ്റെ സെയിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നതാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, അല്ലെങ്കിൽ ആ 4 വർഷം കഴിഞ്ഞ് അസറ്റിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ആ കോസ്റ്റുമായി അസോസിയേറ്റ് വരുന്ന കോസ്റ്റും കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രോസ് റിയലൈസബിൾ വാല്യൂ കണക്കാക്കാൻ പറ്റൂ. സ്ക്രാപ്പ് വാല്യൂ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്, നോക്കണം. Other factors beside the above mentioned factors, legal provision, technological factors also determine the amount of depreciation.
ദെൻ അതുപോലെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് റിപ്പയർസ്, റിന്യൂവൽസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്. ടു റിപ്പയർ മീൻസ് ടു റീസ്റ്റോർ അഗെയിൻ ടു മേക്ക് എഫിഷ്യൻറ്റ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസ്. എന്നാൽ റിപ്പയർ മീൻ നമ്മൾ ഒന്നുകൂടി ആ അസറ്റിന് റീസ്റ്റോർ ചെയ്യാനുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പേർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടി റിപ്പയർ ചെയ്തൊന്നുകൂടി എന്തെങ്കിലും റീസ്റ്റോർ ചെയ്യുന്നു. ടു റിന്യൂ മീൻസ് ടു ഡിസ്കാർഡ് ആൻ അസറ്റ് ഓർ സം പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ടു റീപ്ലേസ് വിത്ത് സിമിലർ ഓർ ഇംപ്രൂവ്ഡ് അസറ്റ് ഓർ പാർട്ട്. റിന്യൂവൽ ചെയ്യാന്ന് പറഞ്ഞതാണ് ഒരു അസറ്റിനെ ഫുള്ളായിട്ടും അല്ലെങ്കിൽ ഒരു പാർട്ടും നമ്മൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് അസറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ പാർട്ട് വെച്ചിട്ട് എന്താണ് റീപ്ലേസ് ചെയ്യണം. ആസ് ബീൻ ആർഗ്യൂഡ് ബൈ അതുകൊണ്ട് ഓക്കെ. Then entries for depreciation in the books of account. To depreciate in the bookkeeping sense of the term means to write down the value of asset. Bookkeeping sense la depreciate ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ആ വാല്യൂ ഓഫ് അസറ്റിനെ റിട്ടേൺ ഡൗൺ ചെയ്യണം. This is done by means of journal entry by debiting to depreciation account the amount to be written off. ഇങ്ങനെ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത് അത് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് അസറ്റിൽ ക്രെഡിറ്റ് ചെയ്യണം. ദിസ് റെഡ്യൂസിങ് ദ ബുക്ക് വാല്യൂ ഓഫ് ലേറ്റർ. അല്ലെ അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം അസറ്റ് അക്കൗണ്ട്, കാരണം തന്നെ അസറ്റ് അക്കൗണ്ടിൻ്റെ ബുക്ക് വാല്യൂ റെഡ്യൂസ് ചെയ്യണം. ദ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഇറ്റ്സെൽഫ് ഇസ് ക്ലോസ് അൾട്ടിമേറ്റ്ലി ബൈ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുക, പണ്ടുണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നൊക്കെ, ക്ലോസിങ് ഇൻട്രസ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. Method of depreciation. There are 7 different methods of charging or providing depreciation. Fixed installment method, diminishing or reducing balance method, annuity system and depreciation fund method, insurance policy system, revaluation process to charge or one sum to cover repairs, renewals, depreciation. These are the 7 methods for charging depreciation. Okay.